പള്ളിച്ചട്ടമ്പി. എനിക്ക് തോന്നുന്നു നമ്മൾ ഏപ്രിൽ 9 നമ്മൾ പ്ലാൻ ചെയ്തു. പിന്നെ ഇലക്ഷൻ കാരണം 10 മാറ്റി. പിന്നീട് സെൻസർ ഇലക്ഷൻ കാരണം തന്നെ നമുക്ക് അവിടെ നിന്ന് മാറ്റി 15 എത്തേണ്ട വന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. വിഷു ദിവസം നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മുടെ സിനിമ എത്തിക്കാൻ സാധിച്ചത്. നിങ്ങൾ ട്രെയിലറും പാട്ടും ഇതെല്ലാം കണ്ടുവെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് സന്തോഷം. മാക്സിമം സപ്പോർട്ടാണ്. ഇപ്പോൾ നമ്മൾ ബുക്കിങ്സ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. നല്ല റെസ്പോൺസ് ഉണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മുടെ സിനിമ എത്തിച്ചതിൽ. അങ്ങനെ നാളെ ഞങ്ങളുടെ പള്ളിച്ചട്ടമ്പി നിങ്ങളുടെ പള്ളിച്ചട്ടമ്പി ആവുകയാണ്, നമ്മുടെ പള്ളിച്ചട്ടമ്പിയാണ്. അപ്പം എന്തായാലും വിഷു ദിവസം പൊളിക്കാനായിട്ട് നമ്മൾ എത്തി. ഇതാണ് അഡ്രസ്സ് ചെയ്യുക, നിങ്ങളായിട്ടൊന്ന് പങ്കിടുക ഞങ്ങളുടെ സന്തോഷം. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഹലോ, എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. അപ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്ന ഡേറ്റ് അല്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഇതാണ് ഇപ്പോഴാണ് കറക്റ്റ് ഡേറ്റ് ആയത്. അതൊരു ഞങ്ങളുടെ ഭാഗത്തുള്ളൊരു വിഷു കൈനീട്ടമായിട്ട് കരുതുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇത് എൻ്റെ അടുത്ത് ലിജോ സുരേഷ് ഏട്ടനും 2018 അവസാനത്തിൽ ഇതിൻ്റെ കഥ പറഞ്ഞപ്പോൾ മുതൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള എലിമെന്റ് അത് ഇപ്പോഴും ഈ സിനിമയിൽ വളരെ നന്നായി തന്നെ പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ഈ സിനിമ നാളെ റിലീസാവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനെ പറ്റിയിട്ട് എന്തൊക്കെ അവകാശവാദങ്ങൾ പറയുന്നു അതിനേക്കാളൊക്കെ ഉപരി ഒരു ദിവസം കൂടെ നാളെ വൈകുന്നേരം ഈ സമയത്ത് നിങ്ങൾ പലരും ഈ സിനിമ കണ്ടിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് അറിയാൻ പറ്റുമായിരിക്കും. അത്യധികമായിട്ട് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്ന ഓരോ സിനിമകളുടെയും ഉദ്ദേശം. അത് ഈ സിനിമ കൊണ്ട് നടക്കട്ടെ, സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നല്ല നല്ല കലക്കനായിട്ട് മലയാള സിനിമയിൽ നല്ല നല്ല വലിയ വലിയ ഹിറ്റുകൾ അത് എന്താ പറയുക, നമുക്കതിനകത്ത് ഈ പറഞ്ഞ പോലെ വരുന്നതിന് മുമ്പ് ഹൈപ്പോ ആൻറ്റിസിപ്പേഷനും ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് സിനിമയുടെ കണ്ടന്റ് കണ്ടിട്ടാണ് ആൾക്കാർ സിനിമകൾ വിജയിപ്പിക്കുന്നത്. അതാണ് ഒരു സിനിമ വ്യവസായത്തിൻ്റെ ഏറ്റവും നല്ല ലക്ഷണം എന്ന് എനിക്ക് തോന്നുന്നു. അതങ്ങനെ തന്നെ തുടരട്ടെ. നല്ല സിനിമകൾ മാത്രം വിജയിക്കട്ടെ എപ്പോഴും എന്ന് ആഗ്രഹിക്കുന്നു. ഇനിയും നല്ല സിനിമകളുടെ ഭാഗമാവാൻ എനിക്കും പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സിനിമയ്ക്ക് ഞങ്ങളുടെ ക്രൂവിനും കാസ്റ്റിനും എല്ലാവർക്കും എന്താ പറയുക, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. 2018 മുതൽ ഞാൻ ലിജോയും കണ്ടു തുടങ്ങിയൊരു സ്വപ്നമാണ്. അതിലേക്ക് പിന്നെ ടോബി എത്തുന്നു. പിന്നെ അത് ഞങ്ങൾ ഒരുമിച്ച് കണ്ട ഒരു സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. വിഷു ദിനത്തിൽ തന്നെ ഈ സിനിമ ഇതിൻ്റെ ഒരു ഔട്ട് കണ്ടതിൻ്റെ ഒരു ആത്മവിശ്വാസവും ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോഴുണ്ട്. വളരെ നല്ലത് മാത്രം പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ടീം, ജെയിംസ്, ബാക്കി എല്ലാ സാങ്കേതിക വിദഗ്ധരും എല്ലാവരും കൂടെ ചേർന്ന് ഒരു മികച്ച സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം ഈ സിനിമയുടെ പിന്നിലുണ്ട്. ഡിജോയുടെ എൻ്റെ 4ാമത്തെ സിനിമയാണ്, ടോബിയുടെ 6ാമത്തെ സിനിമ. ക്വീൻ തൊട്ട് ഡിജോയുടെ ജേർണിയിൽ ഞാനുണ്ട്, എല്ലാ പടത്തിലും കൂടെ ഉണ്ട്. അവൻ്റെ എന്താ പറയുക, ഈ ഒരു ഏറ്റവും നല്ല എഫേർട്ടായിട്ട്, വൺ ഓഫ് ദ ബെസ്റ്റ് എഫേർട്ടായിട്ട് എനിക്ക് തോന്നുന്ന സിനിമയാണ് പള്ളിച്ചട്ടമ്പി. അതിൻ്റെ സ്റ്റോറി ഇൻസെപ്ഷൻ തൊട്ട് ഓരോ സ്റ്റേജിലും സുരേഷ് ഡിജോയുടെയും പല പല ഡിസ്കഷൻസിലിരുന്നു. ആൻഡ് ഫൈനൽ ഔട്ട് കണ്ടപ്പം ഐ തിങ്ക് വി ഹാവ് ദ ബെസ്റ്റ് വേർഷൻ. ഈ സ്ക്രിപ്റ്റിലുള്ള ഏറ്റവും നല്ലൊരു വേർഷനുള്ള ഔട്ടാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ടോബിയും ബാക്കി എല്ലാവരും എടുത്ത എഫേർട്ട് ഒന്നും പറയാനില്ല. അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അതിലെ കാട്ടുചമ്പം ഭയങ്കരമായിട്ട് റിസീവായി. അതും മിന്നലോടെ കഴിച്ചിട്ട് അങ്ങനെ ഒരു പാട്ട് വന്നാലും, കാരണം ഈ സോങ്സ് ഇത്രയും ക്ലൗഡഡ് ആയിട്ടിരിക്കുന്ന ഒരു മ്യൂസിക്കൽ എന്താ പറയുക, ഒരു ഇൻഡസ്ട്രിയിലോട്ട് ഒരു പാട്ട് ശരിക്കും റീച്ച് ചെയ്യാൻ തന്നെ ഭയങ്കര പാടാണ്. അപ്പോൾ വി സ്റ്റക്ക് ടു ദ റൂട്ട്സ്. ആ കാലഘട്ടത്തിനും ആ സിനിമയ്ക്കും ആവശ്യമായ ലിറിക്സും ഈണമൊക്കെ ഒത്തു വന്നു. ആൻഡ് ടോബിയുടെ എന്തോ ഒരു കൈൻഡ് ഓഫ് ഒരു സിങ്കും മാജിക്കും ഉണ്ട്. ബിക്കോസ് ഓൾ ദി സോങ്സ് ഹാവ് ബീൻ വർക്കിംഗ്. ആൻഡ് എന്താ പറയുക, എല്ലാവരെയും പോലെ ഞാനും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. വിഷുവിന് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായി മാറട്ടെ. അഭിനേതാവ് എന്നുള്ള നിലയിൽ ഇതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് അതിലേക്ക് ഇന്നാവുകയും ഡബ്ബിങ്ങോടുകൂടി
ഇനിയും നിങ്ങളെപ്പോലെ തന്നെ ഒരു പ്രേക്ഷകനായിട്ട് ഇരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഈ സിനിമയെ പറ്റി എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഞാൻ ആദ്യമായിട്ടാണ് ഡിജോയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്, ആദ്യമായിട്ടാണ് ടൊവിയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് വേളയിൽ വളരെയധികം പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് നടന്നത്. ഒന്നാമത് ഇതൊരു വലിയ സിനിമയാണ്, ധാരാളം ആക്ടേഴ്സുള്ള, ജൂനിയർ ആർട്ടിസ്റ്റുകൾ ധാരാളമായിട്ടുള്ള ഒരു നാടിൻ്റെ കഥ പറയുന്ന സിനിമയാണ്. അപ്പോൾ അതിനെ കാലാവസ്ഥ വളരെ പ്രതികൂലമായി ബാധിച്ചു. ദിവസങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഷൂട്ടുകൾ തീരാതെ പോയി. ആ സമയത്തൊക്കെ അതിൻ്റെ യാതൊരുവിധ പ്രഷറും ടെൻഷനും കാണിക്കാതെ കൂടെ നിന്ന ഒരു നിർമ്മാതാവ് നമുക്കുണ്ടായിരുന്നു. അതാണ് നൗഫൽ. ഒരു നിർമ്മാതാവ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് നൗഫലിൻ്റെ പേര് പറയാം. അതുപോലെ തന്നെ ദിവസവും പ്ലാനുകൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് പ്ലാൻ എയുമായി ലൊക്കേഷനിലെത്തും, തെളിഞ്ഞ കാലാവസ്ഥയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എത്തുമ്പോൾ മഴ തുടങ്ങും, അപ്പോൾ പ്ലാൻ ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, പിന്നീട് മഴ മാറും, അപ്പോൾ പ്ലാൻ സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ പല വിധത്തിലുള്ള പ്ലാൻ ഷിഫ്റ്റുകൾ നടത്തി ഈ സിനിമ പൂർത്തീകരിച്ച ഡിജോ ഒരു വലിയ കയ്യടി അർഹിക്കുന്നുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ നമ്മൾ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ആദ്യമേ നമ്മളുടെ അടുക്കലേക്ക് എത്തുന്നത് ഇതിൻ്റെ മ്യൂസിക്കാണ്. ആ പാട്ട് തന്നെ സൂപ്പർ ഹിറ്റാക്കിയ ജേക്സും ഒരു വലിയ കയ്യടി അർഹിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ചരിത്രത്തിൻ്റെ നാൾവഴികളിലൂടെ നടന്നുപോയ ഒരു നായകൻ്റെ കഥ പ്രേക്ഷകരിലേക്ക് തൂലികയിലൂടെ എത്തിച്ച സുരേഷ് ഏട്ടനും ഒരു വലിയ കയ്യടി അർഹിക്കുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ അഭിമാനത്തോടെയും ബഹുമാനത്തോടെയും മാത്രം നോക്കി കാണാൻ പറ്റുന്ന ഒരു സംഘം ആൾക്കാരുടെ ഒപ്പമാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൻ്റെ കഥയിൽ ഒരു വീരൻ്റെ, ഞാനിപ്പം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, അയാൾ ഒരു വീരനായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മുത്തശ്ശി കഥകളിലൂടെ കേൾക്കുന്ന കഥകളിലെ നായകന്മാരെ പറ്റി ഉണ്ടാവുന്ന നമുക്കൊരു സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പത്തിലേക്ക് സിനിമയിലെ ഒരു നായകൻ വളർന്നു വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം വളരെ വലിയൊരു എഫേർട്ട് അതിൻ്റെ പിന്നിലുണ്ട്. ആ എഫേർട്ട് വളരെ നിഷ്പ്രയാസം നമുക്ക് കാണുമ്പോൾ തോന്നുന്നു അതിൻ്റെ പിന്നിൽ വലിയൊരു എഫേർട്ട് കാണും. പക്ഷേ ടൊവി വാസ് അപ് ടു ഇറ്റ്. ഒരുപാട് നന്ദി. അതോടൊപ്പം തന്നെ ക്യൂൻ എന്ന വലിയ ആ സിനിമയിൽ എനിക്ക് അവസരമുണ്ടായിരുന്നു. അതിനുശേഷം ഈ സിനിമയിലും ഡിജോ എനിക്ക് അവസരം നൽകിയിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് നാളെ ഇറങ്ങുന്ന ഈ പള്ളിച്ചട്ടമ്പി എന്നുള്ള സിനിമ നമുക്ക് ഒരുമിച്ച് ഏറ്റെടുത്ത് ഒരു വൻ വിജയത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് എത്തിക്കാം എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാറുള്ളൂ. താങ്ക് യു. പ്രധാനമായിട്ട് എനിക്ക് അങ്ങനെ സംസാരിക്കാറിഞ്ഞൂടാ. ഇല്ല, കുഴപ്പമില്ല, ഓക്കെ. എന്നെ ഇവരെ തള്ളി കയറ്റി വിട്ടതാട്ടെ. എൻ്റെ കൂടെ വേറെയും ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരെ പാൻ ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ അവരെ തള്ളി കയറ്റി വിട്ടതാ. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇവർ പറഞ്ഞത് തന്നെ പറയാനുള്ളൂ, ശുഭപ്രതീക്ഷ. നാളെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. പടം നന്നായിരിക്കും, എല്ലാവരും അഭിപ്രായം പറയുക. പിന്നെ അവസരം തന്ന ഡിജോ ചേട്ടനും കൂടെ നിന്ന് ടോയ് ചേട്ടനും നോഫലിക്കും എല്ലാവർക്കും ഓരോരുത്തരും പേരെടുത്ത് ഞാൻ പറയുന്നില്ലേ. അപ്പോൾ എല്ലാവർക്കും നന്ദി. പിന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അയ്യോ, അത് ആസ്വദിക്കുന്നില്ല, റിസൾട്ട് മാത്രമേ ആസ്വദിക്കുന്നുള്ളൂ. പ്രോസസ്സ് അത്രയ്ക്ക് ആസ്വാദ്യകരമല്ല. പക്ഷെ ഞാനത് സിനിമയ്ക്ക് അനുസരിച്ച്, ഓരോ സിനിമയ്ക്കും അനുസരിച്ച് നമ്മൾ ഈ പറയുന്ന പോലെ പറ്റുന്ന പോലെയൊക്കെ ചെയ്യുക എന്നുള്ളേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ഒരു ബ്രേക്ക് എടുത്ത് കുറേ കാലം ബ്രേക്ക് എടുത്ത് അങ്ങനെ ചെയ്യാനായിട്ടുള്ള സാഹചര്യം പലപ്പോഴും കിട്ടാറില്ല, നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള സിനിമകളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് അതിൻ്റെ മുമ്പത്തെ സിനിമയുടെ സമയത്ത് തന്നെ തുടങ്ങും. അതിപ്പോൾ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും അതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ട്രെയിൻ ചെയ്യണമെങ്കിലും ഒക്കെ ആ പ്രോസസ്സ് എപ്പോഴും ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെ എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ചെയ്യുന്നതല്ല ആ പ്രോസസ്സ്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഭക്ഷണം ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഭക്ഷണം പലപ്പോഴും ഈ പടത്തിന് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ അതും നമുക്ക് ഇഷ്ടമുള്ള അങ്ങനെ മധുരമോ അങ്ങനത്തെ കാര്യങ്ങളല്ല കൂടുതൽ ഇതിനകത്ത് കഴിക്കാനും പറ്റും. അപ്പൊ നമ്മൾ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ബൾക്കിങ് ഞാൻ ചെയ്യാറില്ല. അത് ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാരണം കൊണ്ട്. അപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് ഹെൽത്തി ആയിട്ട് ചെയ്യണം എന്നാണ്. എന്ത് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുകയാണെങ്കിലും ഹെൽത്തി ആയിട്ട് നാച്ചുറലായിട്ട് മാത്രം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹവും. അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിന്. പക്ഷെ ആ ബുദ്ധിമുട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് വരുന്ന സമയത്താണ് നമുക്ക് ആ ബുദ്ധിമുട്ടുകളെല്ലാം
നമുക്ക് മറക്കാൻ പറ്റുക. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ എനിക്ക് അങ്ങനെ ഭയങ്കര ശാരീരിക അധ്വാനം ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളല്ല. ഭയങ്കര ഇഷ്ടമുള്ള ആളല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വളരെ ക്ലോസ് സർക്കിളിൽ എന്നെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നവർക്ക് അറിയാം. അപ്പോൾ പുറത്ത് ആൾക്കാരെങ്ങനെ വിചാരിക്കണമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ എനിക്ക് നടക്കാനും ഓടാനും ഇരിക്കാനും നിൽക്കാനും ഒക്കെ ഉള്ളതിനേക്കാളും ഇഷ്ടം കിടക്കാനാണ്. അത്രയും മടിയുള്ള ആളാണ് ഞാൻ. പക്ഷെ ഇതിപ്പോ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എഫേർട്ട് എടുക്കാനായിട്ടൊരു മോട്ടിവേഷൻ വരുമല്ലോ. ആ ഒരു മോട്ടിവേഷനിലാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഇത് ചെയ്ത് നമുക്കിതിന് ഇപ്പം എല്ലാ ദിവസവും രാവിലെ ജിമ്മിൽ പോകാനായിട്ട് ട്രെയിനർ വിളിക്കുമ്പോൾ എത്ര ദിവസം ഒഴിവൊഴിവ് പറയും. ഇപ്പൊ എൻ്റെ ഇല്ല, സ്റ്റോക്കില്ല പറയാനുള്ള ഒഴിവൊഴിവൊന്നും. പിന്നെ പുള്ളി ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇപ്പോൾ ഭയങ്കര നൈറ്റ് ഷൂട്ടും ഞാൻ തളർന്നിരിക്കുകയൊക്കെ ആണെങ്കിൽ കുറച്ചു നേരം കൂടെ ഉറങ്ങിക്കോ, ഇന്ന് വർക്കൗട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉറക്കമാണ് വർക്കൗട്ടിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ട്രെയിനറും കൂടിയാണ് എനിക്കുള്ളത്. അപ്പോൾ ഇപ്പം ഇതൊരു ജീവിതശൈലിയുടെ ഭാഗമായിട്ട് ഈ ഭക്ഷണവും വ്യായാമവും ഒക്കെ മാറിയിട്ടുണ്ട്. സിനിമയിൽ വന്നിട്ട് ഇപ്പൊ ഈ കണ്ട നാളുകൾക്കിടയിൽ ആ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിൽ മസിൽ സോർനെസ്സും പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം വേണ്ടെന്ന് വെക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കൊക്കെ ഉണ്ടാവുന്ന പോലെ എനിക്കും നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. അത് അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. അപ്പൊ റിസൾട്ട് മുന്നിൽ കണ്ടിട്ട് അതാണ് നമ്മുടെ മോട്ടിവേഷൻ. പിന്നെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, അവരിൽ നിന്ന് എന്ത് മാറ്റം എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ആ ഒരു 1 extra mile നമ്മൾ സ്വയം പുഷ് ചെയ്ത് ചെയ്യുന്നത്. ഈ സിനിമയുടെ ഇത് പൂർണ്ണമായിട്ടും ഞാൻ എല്ലാ സിനിമകൾക്കും അങ്ങനെ തന്നെ ചെയ്യാറ്. ഞാൻ ഭയങ്കരമായിട്ട് ഡയറക്ടറിനെയും റൈറ്ററിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് അത് തന്നെ ആവണം ഇവരുടെ മനസ്സിൽ എന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷന് ഇവരുടെ സഹായം ഭയങ്കരമായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് സുരേഷ് ഏട്ടൻ അത് ചെയ്തിട്ടുള്ളത്. പിന്നെ 1950-60 നടക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ സിനിമ ഇറങ്ങുന്നത് 2026 കാരണം കൊണ്ട് പലതും നമ്മൾ അതേപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കാണുമ്പോൾ അതൊരു കല്ലുകടി ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ സമയത്ത് ആളുകൾ അതല്ല പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്കും അപ്പീലിംഗ് ആവുന്ന എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് പല വാക്കുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഡയലോഗ് വരുമ്പോൾ എന്തെങ്കിലും സംശയം തോന്നിയാൽ തന്നെ ഉടനെ തന്നെ സുരേഷ് ഏട്ടൻ്റെ അടുത്താണ് കാര്യം. കൂട്ടത്തിൽ പ്രായമുള്ള പുള്ളി ആയതുകൊണ്ട് ഇങ്ങനെ പഴയ വാക്കുകളെ പറ്റി ഞങ്ങളെക്കാൾ ധാരണ അദ്ദേഹത്തിനുണ്ടാവും എന്നുള്ളത് കൊണ്ടും മാത്രമല്ല പുള്ളി നല്ല വായനയും റിസർച്ചും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് എന്നുള്ളത് കൊണ്ടും അങ്ങനെയുള്ള വാക്കുകൾ പരമാവധി വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഈ 50s തന്നെ സംസാര രീതി നമ്മൾ ഇതിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ എന്തുണ്ടാവുന്ന വെച്ചാൽ നമുക്ക് ഈ 75 വർഷത്തിന്റെ മാറ്റം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായിട്ടുള്ളൊരു മാറ്റമാണ്. ഭയങ്കരമായിട്ട് നാടകീയമായിട്ടൊക്കെ തോന്നിയേക്കാം ആ വാക്കുകൾ തന്നെ. ഇപ്പോൾ എനിക്ക് ഒരു പഴയ പുസ്തകത്തിൽ ഞാൻ വായിച്ചാൽ നമ്മളിപ്പോൾ വളരെയധികം എന്ന് പറയുന്നത് പണ്ട് വളരെ ധാരാളം എന്ന് പറയുന്നൊരു യൂസേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ യൂസേജ് ഇപ്പോൾ വരുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്നൊന്നും അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്കും അപ്പീലിംഗ് ആവുന്ന എന്നാൽ ഇപ്പോഴത്തെ ആളുകൾ സംസാരിക്കുന്ന പോലെ അല്ലാതെ അപ്പോഴത്തെ ആളുകൾ സംസാരിക്കുന്നത് എന്ന് എല്ലാവർക്കും ഫീൽ ചെയ്യാവുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു എഫേർട്ട് തീർച്ചയായിട്ടും ഇവരുടെ ഭാഗത്ത് നിന്ന് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ത്രൂ ഔട്ട് എന്തെങ്കിലും ഡയലോഗിൽ മാറ്റം വന്നാലും അപ്പോഴും നമ്മൾ അതിനകത്തുള്ള ഓരോ വാക്കും പുതിയ വാക്കുകളാവാതിരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സിനിമയുടെ ഷൂട്ടിനെ തുടങ്ങുന്ന ഒരു 2-3 ദിവസം 3-4 ദിവസം മുമ്പ് തന്നെ ഞാൻ അവിടെ തൊടുപുഴയിൽ ചെന്നു. ഞാൻ അവിടെ ഒരു വീടെടുത്തിട്ടാണ് ഞാൻ എപ്പോഴും താമസിക്കുക. അപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ സ്റ്റാഫും എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുക, ഒരു ബോയ്സ് ഹോസ്റ്റൽ പോലെ. അപ്പോൾ ആ ബോയ്സ് ഹോസ്റ്റലിലേക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ഡിജോ വരും. എന്നിട്ട് ഞങ്ങളിങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ചിരുന്ന് അപ്പോൾ എനിക്കും ഡിജോയിൽ നിന്ന് വേണം ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട്. എങ്ങനെയാണ് ഡിജോ ഞാനിത് പ്ലേ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നതിനേക്കാൾ എന്താണ് ഡിജോയ്ക്ക് വേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളൊരു സ്പേസ് ആയത് കാരണം കൊണ്ട് എനിക്ക് അഭിനയിച്ച് കാണിക്കാം. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിലത്തൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ, അല്ലാതെ നമ്മൾ മൊത്തം ഈ സിനിമയുടെ സെറ്റപ്പിൽ അഭിനയിക്കുന്നു എന്നല്ല പറയണത്. ഇരുന്ന് ഡയലോഗിന്റെ മോഡുലേഷനും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് അത് വേണ്ട ഇത് മതി എന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഉള്ള ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ ഷൂട്ടിന്റെ സമയത്താണെങ്കിലും എനിക്ക് ചെയ്യാവുന്നത് എനിക്ക്
ഞാൻ ഈ പടത്തിൽ അഭിനയിക്കുന്ന ഒരു നടൻ മാത്രമാണ്. അപ്പം എനിക്ക് എന്താ വെച്ചാൽ ഞാൻ ഇവരുടെ ഒരു ടൂളാണ്. ആ ടൂളായിട്ട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് എന്നെ കൊണ്ട് കഴിയുന്ന പോലെ പ്രവർത്തിക്കുക, ഒപ്പം എൻ്റെ മനോധർമ്മം കൂടെ സ്വാഭാവികമായിട്ടും അഭിനയത്തിൻ്റെ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഞാൻ എന്നെ തന്നെ സറണ്ടർ ചെയ്ത ഒരു 4-5 മാസം അല്ലേ, ഒരു 5 മാസത്തോളം നമ്മൾ അവിടെ തന്നെ തൊടുപുഴ തന്നെ എല്ലാവരും ഒരുമിച്ചുണ്ടാവും. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മൾ ചിലപ്പോൾ നമ്മളുടേതായിട്ടുള്ള സംസാരങ്ങളിലേക്ക് ഇടയ്ക്ക് തന്നെ നമ്മൾ നാളത്തെ സീനപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല അങ്ങനെ ആയിരിക്കില്ല അങ്ങനത്തെ ഒരു നമ്മുടെ കോൺവെർസേഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെയും നടക്കും. ഇതെല്ലാം ഈ ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആവും. ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ സ്പോണ്ടേനിറ്റി ഉപയോഗിക്കാം, ഇംപ്രവൈസേഷൻ ചെയ്യാം, അങ്ങനെയുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ടുണ്ടെങ്കിലും മോശമായിട്ടുണ്ടെങ്കിലും അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഇവർക്ക് 2 ആൾക്കുമാണ്.